എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റുകളും ചൈനീസ് മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റുകളും ജാപ്പനീസ് മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച അമേരിക്കയിൽ ഓഗസ്റ്റ് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിരുന്നു 4.3%. ഇത് എക്സ്പെക്റ്റേഷനേക്കാളും ഹയർ ഫിഗറാണ്. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഓഗസ്റ്റ് മാസത്തിൽ വളരെ കുറവ് ജോബുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. 22,000 ജോബുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ 75,000 ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ഡാറ്റ ഈ മാസം 16-17 തീയതികളിൽ നടക്കുന്ന US ഫെഡ് മീറ്റിങ്ങിൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് US ഫെഡിനെ സഹായിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. ഇത്തരത്തിലുള്ളൊരു അവസരങ്ങളിൽ സാധാരണ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യാറ്. പക്ഷേ റസൽ 2000 ഇൻഡെക്സ് ഒഴികെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ സാധാരണ രീതിയിൽ ചെറിയ കമ്പനികൾക്കാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാറ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് റസൽ 2000 ഇൻഡെക്സ് കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബെറ്റർ ക്ലോസിങ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ബ്രോഡ്കോം ആണ് കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്ക്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ChatGPTയുടെ പ്രൊമോട്ടറായ OpenAI ആയിട്ട് ബ്രോഡ്കോം ഒരു അലയൻസിലെത്തിയിട്ടുണ്ട്. OpenAIയുടെ ഡാറ്റാ സെൻറ്റർ സെർവേഴ്സിൻ്റെ ഉണ്ടാക്കുന്ന ചിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ബ്രോഡ്കോമായിട്ടൊരു അലയൻസ് വന്നിരിക്കുകയാണ്. ബ്രോഡ്കോമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ബ്രോഡ്കോം പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം NVIDIA 2.5% താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ NVIDIAയുടെ കുത്തകയായിരുന്നു, ഇപ്പോൾ ബ്രോഡ്കോമിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് പല കമ്പനികളും. ഒപ്പം ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും NVIDIAനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഫാള് NVIDIA സ്റ്റോക്ക് പ്രൈസസിൽ അടുത്ത ദിവസങ്ങളിൽ കാണുകയാണെങ്കിൽ NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ച മുന്നേറിയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെസ്ല ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം ആൽഫബറ്റിൻ്റെ കാര്യത്തിൽ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെർഡിക്റ്റാണ്. കാരണം മുമ്പ് അവർ പറഞ്ഞിരുന്നു ആൽഫബറ്റിന് ക്രോം ബ്രൗസറും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന തരത്തിലുള്ളൊരു ജസ്റ്റിസിൻ്റെ ഒരു വെർഡിക്റ്റൊക്കെ വന്നിരുന്നു. പക്ഷേ അവർ വീണ്ടും അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ആൽഫബറ്റിന് ക്രോം ബ്രൗസർ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഓണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, അത് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഒപ്പോണൻസ് ചോദിക്കുന്ന ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നൊരു വെർഡിക്റ്റാണ് വന്നിരിക്കുന്നത്. ഫൈനൽ വെർഡിക്റ്റ് വരാൻ പോകുന്നത് സെപ്റ്റംബർ 10 തീർച്ചയായിട്ടും അതും ഫേവറബിൾ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ആൽഫബറ്റ് കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.84 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും ആൽഫബറ്റ് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ടോട്ടൽ 4 കമ്പനികൾ ഉണ്ടാവും $3 ട്രില്യൺ മുകളിലുള്ള കമ്പനികൾ. ആൽഫബറ്റിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ NVIDIA ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 കമ്പനികളായിരിക്കാം ഒരുപക്ഷെ അടുത്ത മാസങ്ങളിലൊക്കെ $3 ട്രില്യൺ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളായിട്ട് മാറാൻ പോകുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ പൊതുവെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ വീണ്ടും ചൈനീസ് റെഗുലേറ്റർ വലിയ രീതിയിലുള്ള മെഷേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ റീറ്റെയിൽ ഫ്രൻസിയാണ്. മാർജിൻ ഫണ്ടിൽ കൂടെ വലിയ രീതിയിലുള്ള പർച്ചേസൊക്കെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2015 ഇത്തരത്തിലുള്ള റാലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ക്രാഷിൽ റീറ്റെയിലേഴ്സിന് വലിയ രീതിയിലുള്ള ലോസൊക്കെ വന്നിരുന്നു. അത്തരത്തിലുള്ള ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചൈന
ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ വലിയ രീതിയിലുള്ള മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയ റിയാക്ഷനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചൈനീസ് മാർക്കറ്റിൽ കണ്ടത്. നല്ല വൊളാട്ടിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ന്യൂസുകൾ അനൗൺസ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വൊളാട്ടിലിറ്റി ഒക്കെ കാണിച്ചിരുന്നു. പക്ഷേ വീണ്ടും പിറ്റേ ദിവസം നല്ല രീതിയിൽ മുന്നേറുന്നൊരു കാഴ്ചയാണ്. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് ചൈനീസ് മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ Q1 GDP ഡാറ്റയുടെ പോസിറ്റീവ് ഇമ്പാക്റ്റ്, അതോടൊപ്പം തന്നെ GST റിഫോംസിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന കമോഡിറ്റികളിൽ ഒന്നാണ് ഗോൾഡ്, അതോടൊപ്പം തന്നെ സിൽവറും. ഈ രണ്ട് കമോഡിറ്റികളും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവർ $3600.9 പെർ ഔൺസാണ് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $3587 പെർ ഔൺസാണ്. അതോടൊപ്പം തന്നെ സിൽവർ $41.47 പെർ ഔൺസാണ് 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്ന വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $40.93 പെർ ഔൺസിനാണ്. 1980 ജനുവരി 17 സിൽവർ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് $49.95 പെർ ഔൺസാണ്. ഇത്തരത്തിലുള്ള റാലി സിൽവറിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഷോർട്ട് ടു മീഡിയം ടേമിൽ ഒരു പക്ഷേ $44 പെർ ഔൺസൊക്കെ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സിൽവറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പരിവേഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സെൻട്രൽ ബാങ്കുകളും സിൽവർ ETF ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ US സിൽവറിനെ ക്രിട്ടിക്കൽ മിനറൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇൻക്ലൂഷനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും സിൽവറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് 2026 എൻഡ് ആകുമ്പോഴേക്കും $4250 പെർ ഔൺസിലേക്ക് എത്തുമെന്നാണ് JP മോർഗൻ്റെ റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു പ്രസിഡന്റ് ട്രംപ് US ഫെഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു പക്ഷേ $5000 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നേക്കും 2026 എൻഡോട് കൂടി എന്നൊരു റിസർച്ച് റിപ്പോർട്ടും ഗോൾഡ്മാൻ സാക്സും പുറത്തു വിട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോപ്പർ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതേസമയം സിങ്ക് ബെറ്റർ ക്ലോസിംഗ് ആണ്. അയൺ ഓർ കഴിഞ്ഞ ആഴ്ചയിൽ 2-2.5% ബെറ്റർ ആയിട്ടാണ് അയൺ ഓർ പ്രൈസ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $65.5 പെർ ബാരലിനാണ്. ഒപ്പൊക്കെ ഒരു പക്ഷേ പ്രൊഡക്ഷൻ കൂട്ടിയേക്കുമെന്നുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. ഒപ്പം നാച്ചുറൽ ഗ്യാസ് വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി റെക്കോർഡ് ലോയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 88.32 രൂപ പെർ ഡോളറിനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ആയിരുന്നു എൻഡയർ വീക്ക്. 5666.7 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും ബയേഴ്സ് ആയിരുന്നു. 13,444.09 crore ഒരു വർത്ത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡാറ്റ വരും. മിക്കവാറും SIP 29,000 കോടി രൂപ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ റെക്കോർഡ് AUM ആയിരിക്കും ഈ ആഴ്ച നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് GST റിഫോം മെഷേഴ്സ് ടൈപ്പ് ധാരാളം അനൗൺസ്മെൻറ്റുകൾ വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഒപ്പം ഗവൺമെൻറ് പുതിയ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രീൻ സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്. 5000 കോടി രൂപ ഇൻസെൻറ്റീവ് നൽകുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ബഡ്ജറ്റിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഓൾറെഡി ഗ്രീൻ സ്റ്റീൽ പ്രൊഡക്ഷനിലുള്ള ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ JSL ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, JSW സ്റ്റീൽ, ഈ കമ്പനികളെ സംബന്ധിച്ച് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ GST റിഫോംസൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഫർദർ ടാക്സ് റിലേറ്റഡ് വലിയ അനൗൺസ്മെൻറ്റുകളൊന്നും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ഈ വർഷത്തെ നമുക്ക് ഇൻകം ടാക്സിലായാലും GSTയിലായാലും ധാരാളം ബെനിഫിറ്റ്സ് ആണ് കോമൺ മാനൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഒരു പക്ഷേ ഫർദർ ഇത്തരത്തിലുള്ള ലിബറലൈസ്ഡ് അനൗൺസ്മെൻ്റ് ഒന്നും നടത്താനുള്ള സാധ്യതകൾ കുറവാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായി തന്നിട്ടുള്ള ന്യൂസാണ്. കാരണം നമ്മൾക്ക് ഈ വർഷം നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേദാന്ത JP അസോസിയേറ്റ്സിൻ്റെ ബിഡിങ്ങിൽ മുന്നിട്ട് നിന്നിരുന്ന ഡാൽമിയ ഭാരത്, അഡാനിയൊക്കെ ആയിരുന്നു. പക്ഷേ ഫൈനൽ റൗണ്ടിൽ വേദാന്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഫൈനൽ ഡിസിഷൻ വരാൻ പോകുന്നത് IBCയിൽ നിന്നാണ്. അപ്പോൾ അഡാനിയാണ് സെക്കൻഡ് നിൽക്കുന്നത്, വേദാന്തിയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും വേദാന്തിക്ക് കിട്ടാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ വേദാന്തയുടെ ഡീമർജർ റിലേറ്റഡ് വെർഡിക്റ്റ് NCLTയിൽ വരാൻ പോകുന്നത് ഈ മാസം 17-നാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഡെഡ് ലൈനും ഈ മാസം 30-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ ഫേവറബിൾ ഡിസിഷനാണ് ഈ NCLTയിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേദാന്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഈ JP അസോസിയേറ്റ്സ് ടേക്ക് ഓവറും ഒരുപക്ഷെ വേദാന്തിക്ക് കിട്ടിയേക്കാം. പക്ഷെ ഫൈനൽ ഡിസിഷൻ വരേണ്ടത് IBCയിൽ നിന്നാണ്. അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റും വരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ പൊതുവെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ Q2 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുള്ള റിസൾട്ടുകളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകളൊക്കെ വരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ചൈനീസ് മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. ഫർദറായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ലഭിക്കാനായിട്ട് സാധ്യതയില്ല. മറിച്ച് ഗോൾഡ്മാൻ സാക്സ് പോലുള്ള റിസർച്ച് ഹൗസസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രസൻറ്റ് ലെവലിൽ നിന്ന് 10-12% മുന്നേറിയേക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയിലെ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള സോളാർ സ്റ്റോക്കുകളും ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളും തന്നെയാണ്. സോളാർ സ്റ്റോക്കുകൾക്ക് ധാരാളം നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ചൈനയിലെ എക്സസ് പ്രൊഡക്ഷനാണ്. പക്ഷേ ചൈനീസ് ഗവൺമെൻറ് എക്സസ് കപ്പാസിറ്റിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി കൂടുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് സോളാർ സ്റ്റോക്കുകൾ ചൈനയിൽ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ളത്. ഇന്ത്യയിലും നമ്മുടെ പല റിസർച്ച് ഹൗസസും പറയുന്നത് 2027-28 എക്സസ് ആവും സോളാർ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ചെറിയ നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ വലിയ കമ്പനികളായ വാരി എനർജീസ്, അതുപോലെ തന്നെ വാരി ഇൻഡോ സോളാർ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊന്നും ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല. മറിച്ച് ഗ്ലോബലി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ് വാരി എനർജീസൊക്കെ. അത്തരത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് സോളാർ സ്റ്റോക്കുകളിൽ ഇതുപോലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യയിലെ സോളാർ സ്റ്റോക്കുകൾക്കും കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ട്രംപ് വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഗ്ലോബൽ താരിഫിൽ നിന്ന് ഗോൾഡ്, ടങ്സ്റ്റൺ, യുറേനിയം, ഗ്രാഫൈറ്റ്, ജനറിക് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഇതിനെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. മുമ്പ് അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്ന ടഫ് മെഷേഴ്സൊക്കെ വീണ്ടും മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള താരിഫ് റിഡക്ഷൻ ഒന്നും തന്നെ ഇനി അദ്ദേഹം നടത്തില്ല. മറിച്ച് US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇനി നടത്താൻ പോകുന്നുള്ളൊരു കാര്യം. അപ്പോൾ സൈലൻ്റ് ആയിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്ന പല ടഫ് മെഷേഴ്സും അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറിക് ഡ്രഗിന്മേൽ ഡ്യൂട്ടി ഉണ്ടാവില്ല, ഗ്ലോബൽ താരിഫ് ഉണ്ടാവില്ല എന്നുള്ള ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പക്ഷേ ട്രംപ് 200% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഡ്രഗ് ഇമ്പോർട്ടിന്മേൽ ഏർപ്പെടുത്തും എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോഴത്തെ ഈ മൂവ് സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനും വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് പൊതുവെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച്, ക്രിട്ടിക്കൽ മിനറൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച്,
ഗോൾഡിനെ സംബന്ധിച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ആപ്പിൾ ഐഫോൺ ലോഞ്ച് വരികയാണ് സെപ്റ്റംബർ 9-നാണ്. ഇതിലേറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഐഫോണുകളാണ് അമേരിക്കയിൽ സെൽ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ആപ്പിളിൻ്റെ റീറ്റെയിൽ സെയിൽസ് $9 ബില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ന്യൂസുകളും ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ആപ്പിളിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പുതിയ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ, കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺസ് ആണ്. ഐഫോൺ 17 ആണ് അമേരിക്കയിലൊക്കെ സെൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മേജർ ഇവൻ്റ് ആയിട്ടുള്ളത് ഈ താരിഫ് റിലേറ്റഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ട്രംപ് വീണ്ടും ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂ ഒക്കെ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാനായ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയും അമേരിക്കയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം വഷളാവുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആകെ കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ അദ്ദേഹം അതും മാറ്റി പറഞ്ഞേക്കാം. അതായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി എന്നുള്ളൊരു കാര്യം തീർച്ച തന്നെയാണ്. അതെങ്ങനെയെങ്കിലും വീണ്ടും വിളക്കി ചേർക്കാനുള്ള ശ്രമം ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ചൈന റഷ്യ അലയൻസ് വലിയ രീതിയിൽ മുന്നേറുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഇന്ത്യക്കുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്ക ആയിട്ട് ഒരുപക്ഷെ നല്ല ബന്ധമൊക്കെ കണ്ടിന്യൂ ചെയ്തേക്കാം. അമേരിക്കയും യൂറോപ്പുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യം കൂടി തന്നെയാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം ചൈന റഷ്യ രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളൊന്നും തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രികളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളുടേതുപോലെ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകളുടേതുപോലെ പെർഫോം ചെയ്യുന്ന മാർക്കറ്റുകളല്ല. അപ്പോൾ ഇന്ത്യയുടെ അലയൻസ് ഇത്തരത്തിലുള്ള ഒരു അലയൻസ് പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ചൈന റഷ്യ ആയിട്ട് മാറിക്കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അതൊരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ ടെമ്പററി ആയിട്ടെങ്കിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അമേരിക്ക ആയിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത്തരത്തിൽ ഡിസിഷൻ എടുത്ത് പോയേക്കാം. അതേസമയം പഴയ പോലെ അമേരിക്കനെ 100% ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതകളും കുറവാണ്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ മെയിൻ ബോർഡ് IPOs ഉണ്ട്, അതുപോലെ തന്നെ SME IPOs ഒക്കെ ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 3 മെയിൻ ബോർഡ് IPOസും അതുപോലെ തന്നെ 2 SME IPOs ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്നത്. 11-ാം തീയതി ഓപ്പൺ ചെയ്ത് 11-ാം തീയതി ഓപ്പൺ ചെയ്ത് 15-ാം തീയതി ക്ലോസ് ചെയ്യുന്ന എയർ ഫ്ലോ റെയിൽ ടെക്നോളജിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു SME IPO. BSE SMEയിലാണ് ഈ IPO വരുന്നത്. നല്ലൊരു IPO ആണ്. ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 1000 മാർക്കറ്റിലോട്ട് 2000 ഷെയർ, അതായത് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 140 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് എയർ ഫ്ലോ റെയിൽ ടെക്നോളജി ലിമിറ്റഡ്. മറ്റൊരു SME IPO, അതും BSE SME IPO തന്നെയാണ്. നാളെ ആരംഭിക്കുന്ന കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ക്ലയൻസിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ആർസറോൾ മിറ്റൽ, നിപ്പൺ സ്റ്റീൽ, അതുപോലെ തന്നെ ടാറ്റ പ്രൊജക്റ്റ്, ജോൺ കോക്കറിൽ, ഇത്തരത്തിലുള്ള കമ്പനികളാണ് ഈ കമ്പനിയുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. തന്നെ നല്ലൊരു കമ്പനിയാണ്. 8-ാം തീയതി ഓപ്പൺ ചെയ്ത് 10-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. 159 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 800 ആണ് ഒരു ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഈ IPOയിൽ അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു SME IPO ആണ്. BSE SMEയിലാണ്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPOs നോക്കുകയാണെങ്കിൽ IPOs ഞാൻ ഇനി പറയാൻ പോകുന്ന 3 IPOs ഓപ്പൺ ചെയ്യുന്നത് 10-ാം തീയതിയാണ്. 12-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അർബൻ കമ്പനി ലിമിറ്റഡ് ആണ്. 103 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ടെക്നോളജി ഡ്രിവൺ ഫുൾ സ്റ്റാക്ക് ഓൺലൈൻ സർവീസസ് ആണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ്. UAE, സൗദി അറേബ്യ, അതുപോലെ തന്നെ സിംഗപ്പൂരൊക്കെ പ്രസൻസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്.
കമ്പനിയാണ് അർബൻ കമ്പനി ലിമിറ്റഡ്. ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുകയാണെങ്കിൽ ലോസ് മേക്കിംഗ് ആണ്, പക്ഷേ അസറ്റ് ലൈറ്റ് മോഡലാണ്, ന്യൂ ജനറേഷൻ കമ്പനിയും കൂടിയാണ് അർബൻ കമ്പനി ലിമിറ്റഡ്. മറ്റൊരു കമ്പനി ശിങ്കാർ ഹൗസ് ഓഫ് മംഗൾസൂത്രയാണ്, ജുവല്ലറി റിലേറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ക്ലയൻസ് മലബാർ ഗോൾഡ്, ടൈറ്റൻ, ജോയ ലുക്കാസ്, ദമാസ് ജുവലറി ഗ്രൂപ്പ്, GRT ജുവലറി ഗ്രൂപ്പൊക്കെയാണ് ഈ കമ്പനിയുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. സെപ്റ്റംബർ 10 ഓപ്പൺ ചെയ്ത് 12 അവസാനിക്കുന്നത്. നല്ലൊരു IPO ആണ്, മെയിൻ ബോർഡ് IPO ആണ്, മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. മറ്റൊരു IPO ദേവ് ആക്സിലറേറ്റർ ആണ്. ഈ കമ്പനിയും ഓപ്പൺ ചെയ്യുന്നത് 10 ഓപ്പൺ ചെയ്ത് 12 അവസാനിക്കുന്നത്. 61 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. കോവർക്കിംഗ് സ്പേസ്, ഓഫീസ് സ്പേസ് റിലേറ്റഡ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ 5 IPOs, 3 മെയിൻ ബോർഡ് IPOസും 2 SME IPOs ആണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന IPOs. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. പ്രത്യേകിച്ച് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലിരിക്കുക, റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം SMEയിൽ ഒരു പക്ഷേ ലിക്വിഡിറ്റി ഒക്കെ കുറവായേക്കാം, അതുകൊണ്ട് തന്നെ എക്സിറ്റൊക്കെ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs പൊതുവെ നല്ല റേറ്റിംഗ് ഉള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള IPOs ആണ്. എന്നിരുന്നാലും ഒരു വാർണിംഗ് സിഗ്നൽ തരികയാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ട്രംപിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ജനറലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരും തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വലിയ പ്രാധാന്യത്തോടു കൂടിയൊന്നും എടുക്കുന്നില്ല ഗ്ലോബലി. എന്നിരുന്നാലും അദ്ദേഹം പല കാര്യങ്ങളും വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ജനറിക് ഡ്രഗിനെയൊക്കെ ഗ്ലോബൽ താരിഫിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അദ്ദേഹം ഒരു പക്ഷേ അഡീഷണൽ താരിഫ്, അതുപോലെ തന്നെ ഹയർ താരിഫൊക്കെ വിഡ്രോ ചെയ്തേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടിയാണ് നൽകുന്നത്. ഇതിനെല്ലാം പുറമെ നമ്മുടെ GST റിഫോംസ് നമ്മുടെ FMCG കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ മേജർ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് M&M ആണ്. കാരണം SUV കാറ്റഗറി വെഹിക്കിൾസ്, ട്രാക്ടേഴ്സ്, ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ടാക്സ് റിഡക്ഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ സെയിൽസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞാൽ മാരുതി, ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ബെനിഫിറ്റഡ് ആണ്. പക്ഷേ മേജർ ബെനിഫിറ്റ്സ് വരുന്ന M&Mനാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഒരു പോസിറ്റീവ് ബയാസാണ് ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ താരിഫൊക്കെ വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നല്ലൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, പോസിറ്റീവ് ബയാസോടൊരു ട്രേഡിങ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.